കാലത്ത് തന്നെ കിട്ടാൻ തോന്നുന്നു. എടാ ചന്ദ്ര, എടാ ചന്ദ്ര, നീ കാലത്തേനെ അടിച്ച് മൂടാനുള്ള ഇല്ല. അടിച്ചിട്ട് തലവേദന വളരെ ഇന്നലെ അടിച്ചു പല്ല ഇരിപ്പണ്ടാ. എന്നെ വീട്ടിലെ ഒരു ഉമ്മ ഇരിപ്പുണ്ട്, അത് മതിയാവോ? തന്നേക്കണേന്ന്. എടാ നിന്റെ പെണ്ണുമ്പളെ എന്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു. നീ 4-5 ദിവസമായി പണിക്ക് പോയിട്ടുണ്ടെന്ന്. നീ തിരുവോണമാണ്. നീ ഇന്നൊന്ന് മനസ്സിലാക്കണം. നിനക്കൊരു ബോധം വേണം. കള്ളം കുടിച്ചിങ്ങനെ നടന്നാ പോരാ. നിനക്ക് മനസ്സാക്ഷി ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ വന്നേക്കണത്. മനസ്സിലായോ? ഇടത്തു വേറെ പണിക്ക് പോകാഞ്ഞിട്ടല്ല, കഴിഞ്ഞ ആഴ്ച 2 ദിവസം പണിയുണ്ടാവും. അന്ന് ആ കാശ് കിട്ടിയപ്പോ തന്നെ ഞാൻ പോയി അര മേടിച്ചു. പിന്നെ ടച്ചിങ്സ് സോഡ, പിന്നെ വീട്ടിലേക്ക് പിള്ളേർക്ക് മേടിച്ചിട്ട് ബാക്കി 200 രൂപ ഉണ്ടാവും. അത് പൊന്നു പോലെ എന്റെ പെണ്ണുമ്മളെടുത്ത് കൊടുത്തിട്ട് നമ്മൾ വെച്ചേക്കെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മണിക്ക് പോയിട്ട് അതുപോലെ 1000 കിട്ടി. ഞാൻ അതുപോലെ തന്നെ കുടിക്കുകയും സാധനം എല്ലാം മേടിച്ചു. 200 രൂപ പിന്നെ കൊടുത്ത്. ഈ 200 രൂപ കൊണ്ട് ഈ കുടുംബത്തെ എങ്ങനെ ചെലവാവും? എടാ ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ വൈഫും എന്റെ വൈഫൊക്കെ ഈ പെരുന്നാൾ ഓണമൊക്കെ ഒരുമ സദ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നുണ്ട്. മനസ്സിലായോ? അത് നീ മനസ്സിലാക്കണം. നീ പഴയ കാലത്ത് അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നിനക്ക് പായസം തരും, നിന്റെ വീട്ടിൽ നിന്ന് ഇറച്ചിച്ചോറ് തരും, ബിരിയാണിയൊക്കെ തന്നിട്ടുണ്ടാവോ. പക്ഷെ ആ കാലമൊക്കെ പോയില്ലേ? അത് നിനക്കില്ല, നിന്റെ ഭാര്യക്കും നിന്റെ കുടുംബത്തിനുണ്ട്. നിനക്കായ മനസാക്ഷിയില്ല. നാളെ ഓണമാണ്. നിന്റെ മക്കൾക്കും നിനക്കൊന്നുമില്ല. നിന്റെ മക്കൾക്കും ഭാര്യക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചേട്ടൻ. സദ്യയുണ്ട്, സദ്യക്കുള്ള സാധനങ്ങളും ഉണ്ട്. ഇങ്ങോട്ട് വിളിച്ചേ, ഞാൻ കടം മേടിച്ചിട്ടാണ് എടുത്തേക്കണം റംസാൻ പള്ളിയിൽ. ഈ പൈസ ഭാര്യക്ക് കൊടുക്കണം. നീ കള്ളു കുടിച്ച് കളയരുത്. എന്റെ സ്വഭാവം അറിയാല്ല. എടാ ഈ തിരുവോണം എന്ന് പറഞ്ഞതേ ജാതി മതഭേദമില്ലാതാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അത് നീ നമുക്കറിയാല്ല. അത് നീ മനസ്സിലാക്കണം. നിനക്കുള്ള ബോധം വേണം. മനസ്സിലായല്ല? നമ്മളെല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന സാധനവും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സംതൃപ്തി.